സതിയുടെ 20ാമത്തെ എപ്പിസോഡായി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ സതി പ്രസവിച്ചു. അങ്ങനെ നേഴ്സ് വന്ന് പറഞ്ഞു സതി പ്രസവിച്ചു, ഒരാൺകുട്ടിയാണെന്ന് പറഞ്ഞു. നമ്മുടെ ശിവനും ചെല്ലമ്മയമ്മയ്ക്കും ലീലയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ശിവൻ ചോദിച്ചു സതിക്ക് എങ്ങനെയുണ്ട്. സതിക്ക് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ചെല്ലമ്മയമ്മ ചോദിച്ചു കുഞ്ഞിനെ ഇപ്പോൾ കാണിക്കുമോ എന്ന് ചോദിച്ചു. കാണിക്കാം, പക്ഷേ ഒരു ടവല് കുഞ്ഞിനെ പൊതിയാൻ വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെല്ലമ്മയമ്മ ബാഗിൽ നിന്നൊരു കമ്പിളി എടുത്ത് നമ്മുടെ നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. നേഴ്സ് അതും കൊണ്ട് അകത്തേക്ക് പോയി. അതിനുശേഷം നമ്മുടെ ശിവൻ ഒരു കസാരയിലിരുന്നു. ചെല്ലമ്മയമ്മ പറഞ്ഞു മോനെ, ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് ഒരു കുഴപ്പവും പറ്റില്ലെന്ന്. അവൾക്ക് സുഖപ്രസവം ആണ്, അവളെ ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുവരും, മോൻ വിഷമിക്കേണ്ട. ഇപ്പോൾ കുഞ്ഞിനെ നേഴ്സ് കൊണ്ട് കാണിക്കുകയും ചെയ്യും. സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. ശിവൻ ഒന്നും മൂളി. അമ്പലത്തിലൊക്കെ ഞാൻ നേർന്നിട്ടുണ്ട്, അതെല്ലാം നടത്തണമെന്ന് ചെല്ലമ്മയമ്മ പറഞ്ഞു. അപ്പോഴത്തേക്ക് നേഴ്സ് വന്നിട്ട് ശിവനാരാ എന്ന് ചോദിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു ഞാനാണ്, നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ശിവനെ ഏൽപ്പിച്ചു. ശിവൻ ആ കുഞ്ഞിനെ നോക്കി. കുഞ്ഞു കണ്ണുകൾ കൊണ്ട് ശിവനെ തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ശിവൻ മോനെ എന്ന് വിളിച്ചു. ചെല്ലമ്മയമ്മയും വന്ന് നോക്കി. ആ സുന്ദര കുട്ടനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സതിയുടെ അമ്മ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു മോനെ ഒന്ന് ഞാൻ അവനെ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിവൻ ലീലയുടെ കയ്യിൽ കൊടുത്തു. ലീല കുറച്ചു നേരം മോനെ നോക്കി ചിരിച്ചു. മോനെ മോനെ എന്ന് വിളിച്ചു. ഞാൻ നിൻ്റെ അമ്മുമ്മയാണ് കേട്ടോ മോനെ എന്ന് വിളിച്ചു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സ് വന്ന് പറഞ്ഞു കുഞ്ഞിനെ തിരിച്ച് തരാൻ പറഞ്ഞു, മുലയൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ശിവനോട് ചെല്ലമ്മയമ്മ പറഞ്ഞു ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം. മോൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഓഫീസിൽ നിന്ന് വന്നാർക്ക് ഒരു ചായ എങ്കിലും മേടിച്ച് കുടിക്ക് എന്ന് പറഞ്ഞു. ക്യാൻറ്റീനിൽ പോയി അമ്മേനെയും കൂടി കൊണ്ടുപോ. അങ്ങനെ ചെല്ലമ്മയമ്മ പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു വേണ്ട, സതിയുടെ അമ്മയും ചെല്ലമ്മയമ്മയും കൂടി പോയി ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വാ, അതിനുശേഷം ഞാൻ പോവാം എന്ന് പറഞ്ഞു. വേണ്ട മോൻ പോയി കുടിച്ചിട്ട് വാ, എങ്കിൽ പിന്നെ അതിനുശേഷം ഞങ്ങൾ പോവാം. അങ്ങനെ ശിവൻ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഫോൺ ബെല്ലടിച്ചു. അങ്ങനെ ശിവൻ ഫോൺ എടുത്തു. ആ പെങ്ങളാണല്ലോ, സജിതയാണല്ലോ, ഹലോ എന്ന് വെച്ചു. സതി പ്രസവിച്ചു. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാണ്. അവൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സുഖമായിരിക്കുന്നു. നീ കണ്ടോ? ഇല്ല കണ്ടില്ല, റൂമിൽ വരുമ്പം കാണാം. ആ ഞാൻ വിളിക്കാം, ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ്, ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓ എന്ന് ശിവൻ പറഞ്ഞു. സതിയുടെ അച്ഛൻ വീട്ടിലെ ചാരുകസാരയിൽ ഇരിക്കുകയാണ്. ഇതുവരെ ലീല ഒന്നും വിളിച്ചില്ല. സതി പ്രസവിച്ചോ എന്തോ ഒന്നും അറിയാൻ വയ്യ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ലാൻഡ് ഫോൺ വെല്ലടിക്കുന്നു. പെട്ടെന്ന് ചെന്നെടുത്തു. ഹലോ എന്ന് വെച്ചു. എടാ നീ വരുന്നില്ലേ പുറത്തോട്ട്, ഇന്ന് കണ്ടില്ലല്ലോ എന്ന് കൂട്ടുകാരൻ രാമു വിളിച്ചു ചോദിച്ചു. ഞാൻ ഇന്ന് വരുന്നില്ല. അതെന്ത്? അത് ലീല ഇവിടെ ഇല്ല, അവൾ പുറത്തു പോയേക്കുന്നു, നാളെ വരാം എന്ന് പറഞ്ഞു. വിഷമമായി രവിക്ക്. രവി വിചാരിച്ചു ലീലയാണ് വിളിക്കുന്നതെന്ന്. ചെല്ലമ്മയമ്മ സതിയുടെ അമ്മയോട് ചോദിച്ചു സതിയുടെ അമ്മ സതിയുടെ അച്ഛനെ വിളിച്ച് പറയുന്നില്ലേ മോള് പ്രസവിച്ച് ആൺകുട്ടിയാണെന്ന്? വേണ്ട, അദ്ദേഹം വഴക്ക് പറയും. അതൊന്നും കുഴപ്പമില്ല, മോള് പ്രസവിച്ച കാര്യം അച്ഛനെ അറിയിക്കണം, അച്ഛനും അറിയണമെന്നുള്ള ആഗ്രഹം കാണും എന്ന് പറഞ്ഞു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയുമായി വരുന്നു.